hydrogen and S block elements ആയിരുന്നു. ഈ കഴിഞ്ഞ ടോപ്പിക്കിൽ കുറച്ച് അസൈൻമെന്റ് ഉണ്ടായിരുന്നു അല്ലെ, 31 to 40. എനി ഡൗട്ട്? ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട് regarding any of the chapters that we have taken? ഏതെങ്കിലും ചാപ്റ്ററിൽ ഏതെങ്കിലും ഡൗട്ട്? അല്ലെ അസൈൻമെന്റ് തന്നതില് എനി ഡൗട്ട്? ഉണ്ടെന്നോ ഇല്ലാന്നോ ഒന്നും മറുപടി പറയുന്നില്ല. എനി ഡൗട്ട്? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ തന്ന എനി അസൈൻമെന്റ് 31 to 40 അസൈൻമെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലോ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് നമ്മൾ അവസാനിച്ചില്ല, കുറച്ചും കൂടി ഉണ്ട്. എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ചാപ്റ്റർ? ശ്രീദേവ്, യെസ്, ഗുഡ് മോർണിംഗ്. യെസ്, നോ, യാതൊരു ഡൗട്ടും ഇല്ല. എവറിത്തിങ് ഈസ് വെൽ ക്ലിയർ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയോ? നല്ല ഡൗട്ട്സ് ഉണ്ടാവുള്ളൂ. യെസ് ഐശ്വര്യ അജിത്, യെസ്, എവറിത്തിങ് ഈസ് വെൽ ക്ലിയർ, ഗുഡ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആ ക്വസ്റ്റ്യൻസ് കുറെ ഞാൻ പറഞ്ഞു. നൈട്രേറ്റ്, കാർബണേറ്റ് എങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്നു, സൾഫേറ്റ് എങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്നു, ഏതൊക്കെയാണ് ഡീകമ്പോസ് ചെയ്യാത്തത് എന്ന് പറഞ്ഞിരുന്ന ടോപ്പിക്സുകളായിരുന്നു അല്ലെ? Regarding the first group elements, lithium carbonate, the order of stability, and solubility, of lithium carbonate, lithium, sodium, potassium, rubidium, and cesium. The order of stability and solubility of carbonates and sulfates, lithium sulfate, sodium sulfate, potassium sulfate, rubidium sulfate, cesium sulfate. ഓർത്തു വെക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കാർബണേറ്റും സൾഫേറ്റ്സും the order of stability യും solubility യും as we go down the group it increases, solubility increase ചെയ്യും, stability increase ചെയ്യും, solubility as well as stability increases. Whereas the second group order of stability, second group ഏതൊക്കെയാണ്? beryllium, magnesium, calcium, strontium, barium, and radium. The order of stability of carbonate and sulfate increases. The stability increases. But what about the solubility? The solubility decreases. Order of solubility. ശരിക്കും പറഞ്ഞാൽ സൾഫേറ്റ് മാത്രമേ സോളിബിൾ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബെറീലിയം സൾഫേറ്റ്, magnesium sulfate, calcium sulfate, strontium sulfate, and barium sulfate. Barium sulfate is sparingly soluble salt ആണ്. അതുപോലെ തന്നെയാണ് കാർബണേറ്റ്. As we go down, the solubility decreases. Our first group in carbonate ആയാലും സൾഫേറ്റ് ആയാലും stability as well as thermal stability and solubility increases as we go down the group. Second group in the carbonate and sulfate, the stability increases but the solubility decreases. ഓർത്തു വയ്ക്കുകയാണ്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിന്റെ കാർബണേറ്റും സൾഫേറ്റും മാത്രമേ നേരെ തിരിച്ചു വരുന്നുള്ളൂ. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ബാക്കിയെല്ലാം സ്റ്റെബിലിറ്റിയും സോളിബിലിറ്റിയും ഒരേപോലെ തന്നെയാണ് പോകുന്നത്.
ചോദ്യം വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം എങ്ങനെയാണ് വരിക? Which one of the following salt is more soluble? അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം, which one has the hydration enthalpy? Which one of the following salt has hydration enthalpy greater? ഏതാണ് ഏറ്റവും hydration enthalpy? That one hydration enthalpy കൂടുതൽ എന്ന് പറയാം. Which one is more soluble? Which one is more soluble? Which one is more stable? What is the order of stability? Our first group and second group ന്റെ order of stability solubility ഒന്ന് ഓർത്തു വെക്കുക. ജസ്റ്റ് ഈ ഓർഡർ ഇതുപോലെ തന്നെ പഠിക്കുക. Hydroxides ഞാൻ പറഞ്ഞു അല്ലേ? As we go down the group, the stability increases, the solubility increases, as well as the basic character increases. First group and second group, hydroxides. The hydroxides, the basic character increases as we go down the group. First group ആയാലും second group ആയാലും. അപ്പൊ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എസ് ബ്ലോക്ക് എലമെന്റ്സ് ഒരു ചോദ്യം ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സോൾബിലിറ്റിയും സ്റ്റെബിലിറ്റി ഓർഡർ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മോർ സോൾബിൾ, ഏതാണ് മോർ കൂടുതൽ ഹൈഡ്രേഷൻ എന്താൽപ്പി, വിച്ച് വൺ ഈസ് ഡസ് നോട്ട് ഡീകമ്പോസ് ഓൺ ഹീറ്റിംഗ്. ഞാൻ പറഞ്ഞല്ലോ സോഡിയം പൊട്ടാസ്യം ഡസ് നോട്ട് ഈസിലി ഡീകമ്പോസ്. ദിസ് വിൽ ഡസ് നോട്ട് ഡീകമ്പോസ് ഓൺ ഹീറ്റിംഗ്. ഓൺലി ദ കാർബണേറ്റ് ആൻഡ് സൾഫേറ്റ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് വിച്ച് ഡീകമ്പോസ് ഈസ് ലിഥിയം കാർബണേറ്റ് ആൻഡ് ലിഥിയം സൾഫേറ്റ്. And lithium bicarbonate does not exist, is highly unstable. Lithium bicarbonate highly unstable ആണ്. Sodium bicarbonate, potassium bicarbonate, as we go down the stability increase. Sodium bicarbonate, potassium bicarbonate ഉണ്ട്, stable ആണ്. അതായത് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ബൈകാർബണേറ്റ്സ് does not exist in the solid state. They are only known in aqueous solution. Is it clear? The S block elements. അങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. We shall discuss the remaining questions. S block, the remaining questions. നമ്മൾ ഇന്നലെ എത്ര ക്വസ്റ്റ്യൻ ആണ് ചെയ്തു വെച്ചത്? ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 13 പറഞ്ഞപ്പോഴാണ് ഞാൻ നിർത്തിയത് അല്ലേ? Question number 13. Which one of the following alkaline earth metal sulfates has hydration enthalpy greater than lattice enthalpy? Question number 13. Question number 13. ചോദ്യമാണ്, which one of the following alkaline earth metal sulfates has its hydration enthalpy greater than lattice enthalpy? ചോദ്യം ഒറ്റയുള്ളൂ, hydration enthalpy greater. That means which one of the following is more soluble? ആ തന്നിരിക്കുന്ന ഏതാണ് സൾഫേറ്റ്, ആ തന്നിരിക്കുന്ന സൾഫേറ്റ്സിൽ as we go second group ആണ്, as we go down the group the solubility decreases. Therefore option is Fatima, option is D, that is beryllium sulfate is more soluble. Beryllium sulfate is more solubility ആണ് ചോദിച്ചിരിക്കുന്നത്. Beryllium sulfate is more stable. ആ സ്ഥാനത്ത് തെർമൽ സ്റ്റെബിലിറ്റി ആണെങ്കിൽ ബേരിയം സൾഫേറ്റ് വന്നാണ്. തെർമൽ സ്റ്റെബിലിറ്റി ആണെങ്കിൽ ബേരിയം സൾഫേറ്റ്, solubility it is beryllium sulfate. Option is D. Question number 14 നമ്മൾ പറഞ്ഞാണ്, zeolite, sodium aluminum silicate. Question number 15. Which one of the following is kinetically inert towards water? Sodium, potassium, calcium, beryllium. The first group elements are highly reactive ആണ് അല്ലേ? All of them react, liberating hydrogen. അപ്പൊ അതില് നോക്കിക്കഴിഞ്ഞാൽ which one is less reactive, which one is least reactive? ഓപ്ഷൻ ഏത് വരും? Which one is least reactive towards water എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ അതിൽ ഏതാണ്? ആൻസർ വരുന്നില്ലല്ലോ. ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് which one is more reactive, less reactive എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ സിമ്പിൾ ആയിട്ട് ആൻസർ വരേണ്ടതാണ്. ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? യെസ്, അവസാനം പറയുന്നുണ്ട്. യെസ്, ബി, മെൽവിൻ. ഗുഡ്. ഫാത്തിമ, ഓപ്ഷൻ ഈസ് ബി, ബെറീലിയം. പിന്നത്തെ സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം. ബെറീലിയം ഈസ് ദ വൺ ഈസ് kinetically inert. ഓപ്ഷൻ ഈസ് ബി. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 16. Question number 16. ഒന്ന് പറഞ്ഞു നോക്കൂ.
Choose the paramagnetic oxide. ഏത് oxide ആണ് paramagnetic? Super oxides are colored and paramagnetic. അല്ലേ? Lithium mainly combines with oxygen to form lithium monoxide. Sodium mainly forms sodium peroxide. Potassium mainly forms superoxide. Potassium, rubidium, cesium mainly forms superoxides. Superoxides mainly forms superoxides. And superoxides are paramagnetic and colored. Superoxides are paramagnetic and colored. ഇതേതായിരിക്കും lithium monoxide? When it is treated with water, it forms the corresponding hydroxide. Sodium peroxide, when it is treated with water, it forms sodium hydroxide plus hydrogen peroxide. Superoxides on treating with water, it forms a corresponding hydroxide. It forms a corresponding hydroxide plus hydrogen peroxide, liberating oxygen. Liberating oxygen. Superoxides. Superoxides liberate oxygen. They are colored and paramagnetic. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Therefore, answer is KO2. Option is D. The metal that produces red-violet color in non-luminous flame. Yes, Anjana. അവസാനം കിട്ടുന്നുണ്ട്. Option is D തന്നെയാണ്. All first group elements, lithium, sodium, potassium, gives potassium, rubidium, cesium gives characteristic color. എന്തുകൊണ്ടാണ് characteristic color തരുന്നത്? Because its ionization enthalpy is very low. Ionization energy Bunsen burner up flame madi. എന്ന് വെച്ചാൽ electron excite ചെയ്യപ്പെടാൻ. Ionization energy, electrons gets excited to high energy level. That energy is enough. അപ്പോൾ അതിൽ ഏതാണ്? All the salts gives characteristic color to the flame. Lithium salts crimson red, sodium golden yellow, അല്ലേ? Potassium lilac color or slightly violet color. But lithium, sodium, potassium, rubidium. Rubidium is red violet in color. Then another one is violet. Therefore, which one of the salt gives red violet? Rubidium. Answer is red violet. Answer is rubidium. Question number 18 അറിഞ്ഞൂടെ? Permanent hardness of water is due to. Permanent hardness എന്തുകൊണ്ടാണ്? It is due to the presence of chlorides and sulfates of calcium and magnesium. Permanent hardness is due to the presence of chlorides and sulfates of calcium and magnesium, whereas temporary hardness is due to the bicarbonates of calcium and magnesium. Yes, good. Option is C. Option is C. അടുത്ത നോക്കിയേ, which one of the following hydroxide gives a corresponding metal hydroxide, hydrogen peroxide, oxide? ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാണ് അല്ലേ? ആരാണ് ഏത് ഓക്സൈഡ് ആണ് ഹൈഡ്രോക്സൈഡും തരും, hydrogen peroxide തരും, ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ഓക്സൈഡ്സ് ലിബറേറ്റ് ഓക്സിജൻ. സൂപ്പർ ഓക്സൈഡ്. അതുകൊണ്ടാണ് പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ സബ്മറൈൻസ്. ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചറിന് കയറി അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. Therefore, option is C. Option is C. Question number 20. The alkaline earth metal with least density. Beryllium, magnesium, calcium, strontium, barium. സാധാരണ കേസിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ as we go down the group the density increase ചെയ്യേണ്ടതാണ്. ശരിയല്ലേ? പെട്ടെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ density increase ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു abnormality ഉണ്ട്. The abnormality is with calcium. The calcium is the one which has got the least density. ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിലെ beryllium, magnesium, calcium, the one which has got least density, answer is calcium. Answer is calcium. beryllium ഇത് ആദ്യം കൂടാണ്, ശരിക്കും പറഞ്ഞാൽ കൂടണ്ടാണോ, അത് കഴിഞ്ഞിട്ട് കുറയുന്നു. beryllium, magnesium, അത് കഴിഞ്ഞിട്ട് കാൽഷ്യത്തിൽ കുറഞ്ഞിട്ട് പിന്നെയും കൂടുന്നു. Abnormality. Calcium is the one which has got least density. ചില abnormalities ഉണ്ട്. As we go down the group file. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The strength of hydrogen peroxide 11.2 volume. How we can calculate the strength of hydrogen peroxide? Now, hydrogen peroxide
is marketed and the volume peroxide ആണ് മാർക്കറ്റ് ചെയ്യുന്നത്. It is പെർസെന്റേജിനൊക്കെ കൂടുതൽ അവിടെ ലാബിൽ വരുന്നത് it is volume. See, പലപ്പോഴും 10 volume hydrogen peroxide or 100 volume hydrogen peroxide. Say 100 volume hydrogen peroxide means ലാബിൽ ഇതിരിക്കുകയാണ് 100 volume hydrogen peroxide means 1 ml of 100 volume hydrogen peroxide liberates 1 ml of 100 volume hydrogen. ഇതാണ് ലാബിൽ 1 ml of hydrogen 100 volume hydrogen peroxide liberates 100 ml of oxygen at STP. ഇതാണ് ലാബിലിന്റെ അർത്ഥം. ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ലാബിൽ 100 വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ml മതി. 1 ml മതി. എത്ര ml ഓഫ് ഓക്സിജൻ തരും? 100 ml ഓഫ് ഓക്സിജൻ അറ്റ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 100 ml ഓഫ് ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 liter of 100 volume hydrogen peroxide gives എത്ര ഓക്സിജൻ കിട്ടും? 1 ml gives 100 ml. അങ്ങനെ 1 liter of 100 volume hydrogen peroxide, 1 liter of 100 volume hydrogen peroxide liberates how much ml? എത്ര ml വരും? 1 liter of 100 volume hydrogen peroxide liberates how much volume of oxygen at STP? എത്രയായിരിക്കും ആൻസർ? yes 1000 m 1 liter. എത്രയാണ് ആൻസർ പറഞ്ഞേ? ഒന്നുകൂടി നോക്കിയേ. 1000 ml. 1000 ml ആണോ? എന്ന് പറഞ്ഞാൽ 1000 ml is equal to 1 liter. ഈ 1 liter of 100 volume hydrogen peroxide അങ്ങനെയാണ് ഈ 1 ml വരുമ്പോൾ 1 ml അല്ലേ തരുന്നത്. എങ്ങനെയാണ് ശരിയാവുക? ഫാത്തിമയിൽ ആൻസർ പറഞ്ഞത് അഭിരാമിയാണ് ആൻസർ പറഞ്ഞത്. അഭിരാമി എങ്ങനെയാണ് അഭിരാമി ശരിയാവുക? 1 ml liberates 1 ml of 100 volume hydrogen peroxide gives 100 ml. Therefore 1 liter of 100 volume hydrogen peroxide liberates എത്ര? ആൻസർ വരുന്നില്ലല്ലോ. എന്ത് സിമ്പിൾ. 1 ml 100 ml തരും. 1 ml 100 ml തരും. അപ്പൊ 1 liter തരും. It gives 100 liters of oxygen at STP. It gives 100 liters of oxygen. Yes, good. നന്ദന അവസാനം പറയുന്നു 100 liters of oxygen. Yes, Melvin. 100 liters of oxygen. ഇതാണ് ഇതിന്റെ അർത്ഥം. 1 liter എത്ര വോളിയം? അങ്ങനെയാണെങ്കിൽ if it is 1 liter of 10 വോളിയം ആണെങ്കിലോ? if it is 10 volume hydrogen peroxide, 10 volume hydrogen peroxide means 1 liter of 10 volume hydrogen peroxide. 10 volume hydrogen peroxide means it liberates എത്ര ഓക്സിജൻ തരും? yes, it liberates 10 liter of oxygen at STP. That is in terms of volume. Correct ആണോ? എത്ര വോളിയം ഹൈഡ്രജൻ is marketed under volume hydrogen peroxide. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ you know hydrogen peroxide easily decomposes to form water and oxygen. അല്ലേ? 2H2 gives 2H2. H2 2 into 2 into 34 gram. 2 into 34 gram of hydrogen peroxide gives എത്ര volume of oxygen at STP? 68 gram of hydrogen. Equation is well clear. അതായത് 68 gram of hydrogen peroxide എത്ര liter of oxygen തരും? From this equation എത്ര liters of oxygen തരുന്നത്? yes, good. 22.4 liters of oxygen at STP.
Clearly, 22.4 liters of oxygen at STP. If I was to calculate, ചോദ്യം എന്തായിരുന്നു? What is the volume of 10 volume ആണല്ലേ? The strength of an 11.2 volume. 11.2 volume. 11 point, this is 22.4 liters, that is we can say 22.4 volume of oxygen. ചോദ്യം എന്താണ്? 11.2 volume. 11.2 volume വരണമെങ്കിൽ എന്ത് വരും? ഇതിന്റെ പകുതി, that is equal to 34 gram per liter അല്ലേ? ഇത് ഗ്രാം മോളാർ ആണോ? therefore 34 gram per liter. gram per literലാണോ ആൻസർ ഉള്ളത്? Yes, it is 10 volume. അതന്നെയാണ് 34 gram per liter. In strength in gram per liter. Yes, it is 34 gram per liter. 11.2 volume is 34 gram per liter. Answer is molar ആണ്, അതുകൊണ്ടാണ് ലിറ്ററിൽ വരുന്നത്. 68 gram per liter gives 22.4 volume, 11.2 volume. ഇനി 10 volume ആണെങ്കിലോ? If it is 10 volume, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? 2 into 34 into 10 divided by 22.4. It will be 30.36 gram per liter. 10 volume hydrogen peroxide is 30.36 gram per liter. In terms of percentage, percentage is 3.03 percentage. 10 volume hydrogen peroxide is literal, it is out of 100, 3.03 percentage. 10 volume in terms of calculate ഈ ഒറ്റ ഇക്വേഷൻ അറിയാവുന്ന വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ മോളാറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ it is ഇങ്ങനെ പറയാം 68 gram, it is 2 molar hydrogen peroxide അല്ലേ? 2 molar hydrogen peroxide is 22.4 volume അല്ലേ? 22.4 liter of oxygen. 1 molar 11.2 volume. Clear? How to calculate the strength of hydrogen peroxide? Therefore, option is C. The correct formula of plaster of Paris. അറിയാം, plaster of Paris എവിടെ നിന്നാണ് കിട്ടുന്നത്? If you heat gypsum, gypsum is CaSO4 2H2O. On heating gives CaSO4 half H2O. Gypsum on heating, gypsum on heating gives plaster of Paris, and this plaster of Paris again on heating we get anhydrous calcium sulfate, and this anhydrous calcium sulfate is known as dead burned plaster. Anhydrous calcium sulfate is known as gypsum on heating. Gypsum on heating first removes 1.5 molecules of water for CaSO4 half H2O, which is known as plaster of Paris. ഈ plaster of Paris നാണോ വാട്ടറിന് അഫിനിറ്റി ഉള്ളൂ. ജിപ്സം dead burn plaster has no affinity for water. അതുകൊണ്ടാണ് dead burn, it means dead. വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ does not have no affinity for water. Yes, Abhirami, option is C. Abhirami, option is C. ശരിയാണ്. Question number 23 നോക്കി. Choose the incorrect statement. തെറ്റായ സ്റ്റേറ്റ്മെന്റ് അതിൽ ഏതാണ്? Beryllium oxide is almost insoluble, but beryllium sulfate is, which is the incorrect. But beryllium sulfate, as we go down the group, the solubility decreases. Or beryllium sulfate is soluble in water. First statement is correct. Beryllium oxide is almost insoluble. Both lithium and magnesium form solid hydrogen. ആണോ? ഞാൻ പറഞ്ഞു both lithium and magnesium form solid hydrogen carbonate. Lithium bicarbonate does not exist. Lithium bicarbonate does not exist in the solid state. Exist in solid state. Second group in the bicarbonates. Second group bicarbonates also does not exist in the second group bicarbonates also does not exist in the solid state, except
Magnesium bicarbonate. കുറച്ചെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത് മെഗ്നീഷ്യം ബൈകാർബണേറ്റേ ഉള്ളൂ. കുറച്ചെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന മെഗ്നീഷ്യം ബൈകാർബണേറ്റേ ഉള്ളൂ. ബാക്കി സെക്കൻഡ് ഗ്രൂപ്പ് ബൈകാർബണേറ്റ്സ് ഓൾസോ none of them does not exist. With sodium, potassium, etc. Bicarbonates exist. Therefore, the wrong statement option is B. Lithium bicarbonate does not exist. 23 option is B. Question number 24. Which one of the following is not used as a filler in laundry soap? Laundry soap. അലക്കുന്ന സോപ്പുകളിലേക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സോഡിയം സിലിക്കേറ്റ് വരും, സോഡിയം റോസിനേറ്റ് വരും, ബോറാക്സ് വരും. Which is not used as a filler. ഗ്ലിസറോൾ. ഗ്ലിസറോൾ കുളിക്കുന്ന സോപ്പുകളിൽ ഈ ബാത്തിങ് സോപ്പിൽ ചിലപ്പോൾ ഗ്ലിസറോൾ ഉപയോഗിക്കാറുണ്ട്. Say for example in the Pierce glycerol, transparent nature ഉള്ളത് glycerol. Which is not used as a filler. Option is B. Question number 24 option is B. The pH of normal rainwater. നമ്മളിപ്പോ മഴ പെയ്യുന്നുണ്ട്, അതിന്റെ pH എന്താണ്? What is the pH of normal rainwater? സാധാരണ pH എത്രയായിട്ട് വരും? pH of rainwater is approximately, ഒന്ന് പറയോ? 5.6. Yes, Krishnan, it is 5. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ 7ന്റെ അടുത്തേക്ക് വരില്ല കേട്ടോ. 7 is a neutral ആണ്, അതുകൊണ്ട് 7 ആയിരിക്കണ്ടേ? അല്ല. The pH, because due to the dissolved carbon dioxide, the pH of rainwater is 5.6. 5.6ന് താഴെ വന്ന് 4.6 4.5 വരുമ്പോഴാണ് we call it as acid rain, due to the sulfuric acid presence, nitric acid presence, അല്ലേ, dissolved oxides of nitrogen and sulfur. It's known as acid rain. 4.6 ലേക്ക് വരും. It is 5.6. That is a normal pH. In solvay process for the manufacture of sodium, the byproduct solvay process for the manufacture of sodium carbonate. Our sodium carbonate is manufactured by solvay process. Manufactured by solvay process. Solvay process, it consists of a large carbonating tower. അങ്ങനെ വലിയൊരു ലാർജ് ടവർ ഉണ്ടായിരിക്കും. ഇതിന്റെ മുകളിൽ കൂടെയാണ് ഏത് വരുന്നത്? അമോണിയക്കൽ ബ്രൈൻ. അമോണിയക്കൽ ബ്രൈൻ എന്ന് പറയുമ്പോൾ അമോണിയ പ്ലസ് വാട്ടർ, അമോണിയ സൊല്യൂഷൻ, അമോണിയക്കൽ ബ്രൈൻ which consists of sodium chloride. ഇതാണ് അമോണിയക്കൽ ബ്രൈൻ. Ammoniacal brine sprinkle ചെയ്യട്ടോ. Ammoniacal brine is sprinkled from the top. Very large carbonating tower ആണ്. അടിയിലൂടെ എന്ത് പാസ് ചെയ്യുന്നു പറഞ്ഞാൽ it is carbon dioxide, calcium carbonate. ചൂടായി കഴിഞ്ഞാൽ we get calcium oxide plus carbon dioxide. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അടിയിലൂടെ കടത്തിവിടും. വളരെ ലാർജ് ആയിട്ടുള്ള കാർബണേറ്റിംഗ് ടവർ ആണ്. ലാർജ് ആയിട്ടുള്ള കാർബണേറ്റിംഗ് ടവർ ആണ്. അപ്പൊ അടിയിലൂടെ വെരി ഹൈ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടും. കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടും. അമോണിയക്കൽ ബ്രൈൻ, അമോണിയ പ്ലസ് വാട്ടർ പ്ലസ് സോഡിയം ക്ലോറൈഡ് റിയാക്ഷൻ നടക്കുന്നതാണ്. അമോണിയ പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആദ്യം അമോണിയം ബൈകാർബണേറ്റ് ഫോം ചെയ്യും. അമോണിയം ബൈകാർബണേറ്റ്. ആ അമോണിയം ബൈകാർബണേറ്റ് aqueous sodium chloride reactive. It forms sodium bicarbonate. It forms sodium bicarbonate and ammonium chloride plus ammonium. ഈ sodium bicarbonate അടിയിൽ വന്ന് സെറ്റിൽ ചെയ്യും. All the sodium bicarbonate will settles at the bottom. Is insoluble ആണ്. Sodium bicarbonate settle at the bottom. ഈ sodium bicarbonate ആണ് എടുത്തിട്ട് ചൂടാക്കുക. Sodium bicarbonate on strong heating get sodium carbonate, sodium carbon plus carbon dioxide plus water, sodium bicarbonate. We get sodium carbonate. നമുക്കറിയാം sodium carbonate does not easily decompose on heating. We get sodium. This is the preparation of sodium carbonate. ഇതിന് മറ്റൊരു പ്രത്യേക സോൾവേ പ്രോസസ് എന്ന് വെച്ചാൽ കാൽഷ്യം ഓക്സൈഡ് എടുക്കുന്നുണ്ട്. ആ കാൽഷ്യം ഓക്സൈഡ് which is known as quicklime, അല്ലേ? Quicklime. What are reactive? It forms calcium hydroxide. Calcium hydroxide which is known as laker lime.
ഇതില് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നുണ്ടാവും ഈ കാർബണേറ്റിംഗ് ടവറിൽ. ആ അമോണിയം ക്ലോറൈഡും എന്ത് ചെയ്യും? ഈ കാൽഷ്യം, ഈ അമോണിയം ക്ലോറൈഡും കാൽഷ്യം സ്ലേക്കലൈൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യും. അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, we get ammonia plus calcium chloride plus water. Valuable ആയിട്ടുള്ള byproduct calcium chloride is obtained by this method. Manufacture of sodium carbonate, that is washing soda, is manufactured by washing soda. പ്രത്യേകം washing soda manufacture ചെയ്യുമ്പോൾ sodium bicarbonate കിട്ടും, which is known as baking powder കിട്ടും. പിന്നെ കാൽഷ്യം കാർബണേറ്റ് ചെയ്യുമ്പോൾ കാൽഷ്യം ക്വിക്ലൈൻ വരും. ആ ക്വിക്ലൈനെ കുറിച്ച് എന്താണ് സ്ലേക്കർ ലൈൻ വരും. ആ സ്ലേക്കർ ലൈൻ അമോണിയം ക്ലോറൈഡ് കിട്ടുന്നുണ്ട്. അമോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം ക്ലോറൈഡ്, ഒട്ടനവധി ബൈ പ്രൊഡക്ട്സ് കിട്ടുന്ന ഒരു ഇതാണ് സോൾവേറ്റ് പ്രോസസ്. ഒന്ന് ഓർത്തു വെക്കുക. വാട്ട് ആർ ദ raw materials used in the manufacture of sodium carbonate washing soda? ഒന്ന് എഴുതിയിരിക്കുക കേട്ടോ, നോക്കുക കേട്ടോ. എഴുതിയെടുത്തോ? ഒന്നും ആലോചിക്കുക. ബൈ പ്രൊഡക്ട്സ് കിട്ടുന്ന ഏതാ റോ മെറ്റീരിയൽസ് അന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. വലിയ ഡീറ്റെയിൽസ് ഒന്നും പോകണ്ട. ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടണം. ചോദ്യം എന്തായിരുന്നു? In solvent process, the manufacture of sodium carbonate, the byproduct is calcium chloride. The byproduct is calcium chloride. Is it clear? അടുത്ത ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. കഴിഞ്ഞോ? Shall we move to the next question? Yes. Shall we move to the next question? അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. An inorganic salt is decomposed to give two products B and C. C is a liquid at room temperature. C is a liquid at room temperature എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ്? ലിക്വിഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും വാട്ടർ കിടക്കുന്നുണ്ട് അല്ലേ? C is a liquid at വാട്ടർ കിടക്കുന്നുണ്ട്. And is neutral to litmus, while the compound B is a colorless neutral gas. അതിൽ ഏതാണ് colorless neutral gas? N2O വരുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ സി ഇല്ല, സി വരില്ല എന്തായാലും. പിന്നെ ബി NO and D is NO2. NO2 and N2O. ഇതിൽ ഏതാണ് ന്യൂട്രൽ? ന്യൂട്രൽ ഗ്യാസ് എന്ന് പറയുന്നു. ന്യൂട്രൽ ഗ്യാസ് അതിലെ ഓപ്ഷൻസിൽ ഏതൊക്കെയുണ്ട്? NO ഉണ്ട്, N2O ഉണ്ട്, NO2. ഇതിൽ ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ന്യൂട്രൽ ഗ്യാസ്? ഇതിൽ ഏതാണ് ന്യൂട്രൽ ഗ്യാസ് എന്ന് പറയൂ. Which one of the following is neutral? Carbon monoxide neutral ആണ്. Carbon monoxide is also neutral. Carbon dioxide is acidic. ഇതിൽ ഏതാണ് ന്യൂട്രൽ? ആൻസറുകളൊന്ന് വരട്ടെ വേഗം വേഗം. ആ മൂന്ന് ഗ്യാസിൽ ഏതാണ് ന്യൂട്രൽ ഗ്യാസ് എന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് ആൻസർ പറ. NO, കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. ഇനി NO, യെസ് NO ഈസ് ന്യൂട്രൽ. വേറെ ഏതെങ്കിലും ഗ്യാസ് ഉണ്ടോ ന്യൂട്രൽ? Both NO and N2O, these are the neutral gases. NO2 is acidic. NO യും N2O, N2O which is known as a laughing gas, nitrous oxide. ന്യൂട്രൽ ആണ്, ന്യൂട്രൽ ഗ്യാസ്. അപ്പൊ NO, N2O and carbon monoxide are neutral. അപ്പൊ ഓപ്ഷൻ എന്തിലേക്ക് വന്നു?
ഓപ്ഷൻ ഈസ് എ ആണോ ബി ആണോ എന്നുള്ള ഇതിൽ വന്നു. ഇനി ബി ആണോ? അമോണിയം നൈട്രൈറ്റ് ഓൺ ഹീറ്റിംഗ്. Ammonium nitrite on heating gives nitrogen. Ammonium nitrate NH4NO3 on heating gives N2O plus H2O. Ammonium nitrite gives nitrogen. Ammonium nitrate on heating gives laughing gas. അങ്ങനെയാണെങ്കിൽ question number 27 ഓപ്ഷൻ എന്ത് വരും? What is the option for question number 27? Question number 27 option ഏതായിട്ട് വരും? Yes, good. Option is A. Option is A. Question number 27 option is A. Question number 28. The polymeric hydride. ഏതൊക്കെയാണ് ഹൈഡ്രൈഡ് എന്നുള്ളത്? കാൽഷ്യം, സോഡിയം, ബേരിയം അല്ലേ? The first group in the hydrides, the first group elements and second group elements, they are in the type of hydrides എന്ന് പറയാം. First and second group elements. First group ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, beryllium, magnesium, calcium, strontium, barium and radium. These hydrides are the ionic hydrides. Ionic hydrides or salt-like or saline hydrides. Except the first and second group elements. First and second group elements, they are known as salt-like hydrides or saline hydrides. Exceptional case ഉണ്ട്. ഇതിൽ ആരാണ്? Which is exception, which are not ionic hydrides. Ionic hydrides അല്ലാത്തതിൽ ഏതാണ്? Ionic hydrides except lithium, beryllium and magnesium. Lithium, beryllium and magnesium belongs to covalent hydrides. സാധാരണ covalent hydrides p block elements ആണ്. s block elements ionic hydrides form ചെയ്യും. ആ exceptional case ആണ് lithium, beryllium and magnesium. Lithium, beryllium and magnesium. About the polymeric hydride, that means which one is covalent ആയിട്ട് വരുന്നു? Polymeric ആയിട്ട് നിൽക്കുന്നു. Answer will be beryllium hydride and magnesium hydride are covalent hydrides and they are polymeric. Beryllium hydride and magnesium hydride, they are polymeric in nature. Question number 28 option is D. Question number 29 നിങ്ങൾക്ക് പറഞ്ഞൂടെ? The amphoteric compound hydroxide ആണ്. Question number 29. Question number 29. As we go down the group, the basic character of hydroxides, first group in the second group in the basic character increases. ആ തന്നിരിക്കുന്നതിൽ which one of the following is amphoteric? അതിൽ ആരാണ് amphoteric? Question number 29 ഓപ്ഷൻ എന്ത് വരും? Which one is amphoteric? Yes, good. Option is A, beryllium hydroxide. Beryllium hydroxide is amphoteric. Beryllium, magnesium, calcium, strontium, barium. Magnesium hydroxide is slightly basic. Calcium hydroxide, strontium is a more basic. The amphoteric hydroxide is beryllium hydroxide. Beryllium hydroxide is amphoteric. And question number 30, the raw materials used in the manufacture of cement. Ariyale, limestone and clay. Yes, good. Limestone and clay. That is limestone is calcium carbonate. Clay, that is mainly silica. Option is D. Question number 31 to 40. പഴയ പോലെ തന്നെ you take it as assignment. Assignment ആയിട്ട് ചെയ്യാട്ടോ. Question number 31 to 40. വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. Question number 31 to 40 ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഏതെങ്കിലും ഡൗട്ട് ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ we shall check it now itself. ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിലേക്ക് നേരെ പോകാം. ഏതാണ് വേണ്ടത്? Any doubt regarding this chapter? 31 to 40 അസൈൻമെന്റ് ആയി ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പറയൂ.
അങ്ങനെയാണെങ്കിൽ shall we move to the next chapter, that is equilibrium. നീങ്ങട്ടെ. Question number 38. Fatima. 38 അല്ലേ? Nitroleum is a mixture of. എന്താണ് nitroleum? Calcium cyanamide and carbon. Is known as nitroleum, which is used as a fertilizer. Nitroleum is a mixture of calcium cyanamide. Calcium cyanamide അതിൽ ഏതാ ഉള്ളത്? CaCN2 plus carbon. Calcium carbide when distilled with nitrogen. Calcium carbide when distilled with nitrogen, we get calcium cyanamide. Calcium cyanamide, which is used as plus carbon, is used as a fertilizer. It gives calcium hydroxide and ammonia. Calcium hydroxide and ammonia. Nitroleum is a mixture of CaCN2 and carbon. Option is B, calcium cyanamide. Clear? Fatima, കിട്ടിയല്ലോ? വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ? Yes, clear ആണ്. Now we shall move to the equilibrium chapter. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ. പക്ഷെ എന്തുകൊണ്ട് കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഇക്വിലിബ്രിയത്തിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻസ് കുറവാണ്. സാധാരണ കേസിൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. ഇക്വിലിബ്രിയത്തിൽ 2 ചോദ്യം വരാറുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് കുറവാണ്, ഒന്ന് പിറകോട്ടാണ്. ഇക്വിലിബ്രിയത്തിൽ 2 പ്രധാനമായിട്ട് വരുന്ന ഒന്ന് കെമിക്കൽ ഇക്വിലിബ്രിയവും അയോണിക് ഇക്വിലിബ്രിയമാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ആണ്. ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ഒറ്റയടിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ഈസി ആയിട്ട് ഒറ്റ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. സെയിം ഒരു എക്സാമ്പിൾ എടുക്കാം. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ gives ammonia. Delta H is negative ആണ്. Delta H is negative ആണ്. It is an exothermic reaction. ഇതിൽ വരുന്നത് one is the effect of change in concentration ആണ്. അത് പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല അല്ലേ? ഒരു റിയാക്ഷൻ തന്നിട്ട് എഫക്ട് ഓഫ് ചേഞ്ച്, റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടാന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഫോർവേഡ് റിയാക്ഷനിൽ ഇതാണ് ദ പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ പറയുന്നതാണ് whenever a constraint is applied to a system at equilibrium. ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു കോൺസ്ട്രെയിന്റ് അപ്ലൈ ചെയ്യാം. കോൺസ്ട്രെയിന്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആവാം, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആവാം, ചേഞ്ച് ഇൻ പ്രഷർ ആവാം. പ്രഷറോ കോൺസെൻട്രേഷനിലോ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ചേഞ്ച് വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്ത് ചെയ്യും? ആ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള സിറ്റുവേഷൻ ഏതാണോ, പ്രഷർ ഇൻക്രീസ് കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കാനുള്ള സിറ്റുവേഷൻ ഏതാണോ, വോളിയം ഡിക്രീസ് കഴിഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള കണ്ടീഷൻ ഏതാണോ നമ്മൾ ചേഞ്ച് വരുന്നത് അതിനനുസരിച്ച് അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലേക്ക് ആര് വരും? ഈക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് റിയാക്ഷൻ. ഇതാണ് പറയുന്നത്. The Lee-Chandler's principle states that whenever a constraint is applied to a system at equilibrium, whenever a constraint any change in temperature, pressure, concentration, etc. Whenever a constant is applied to a system at equilibrium, the system will adjust itself. The system will adjust itself to cancel the effect of constraint. ഈ കോൺസ്റ്റന്റ് ക്യാൻസൽ ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ സിസ്റ്റം നോക്കും. നോക്കുക, അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ നൈട്രജൻ ആയിട്ട് റിയാക്ട് ചെയ്ത് കൂടുതൽ അമോണിയ ഫോം ചെയ്യും. ഇനി അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടി,
അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമോണിയയുടെ കോൺസെൻട്രേഷൻ കുറക്കണമെങ്കിൽ കൂടുതൽ അമോണിയ ഡീകമ്പോസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. അപ്പോ ഒരു സ്ഥലത്ത് ഫോർവേഡ് റിയാക്ഷനിലേക്ക് നടക്കണമെങ്കിൽ, ഈ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നൈട്രജന്റെയോ ഹൈഡ്രജന്റെയോ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അമോണിയ ഉണ്ടാവുന്ന മാതൃകയില് അമോണിയയുടെ കോൺസെൻട്രേഷൻ കുറച്ചുകൊണ്ടിരിക്കണം. സാധാരണ ഇൻ ദ ഹാബ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയയിൽ നടക്കുന്നത്, അമോണിയ ഉണ്ടാവുമ്പോൾ തന്നെ അമോണിയ ലിക്വിഫൈ ചെയ്തെടുത്ത് പുറത്തുകൊണ്ടേയിരിക്കും. അമോണിയ ലിക്വിഫൈ ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കും. അമോണിയ ലിക്വിഫൈ ചെയ്യുമ്പോൾ അമോണിയ കുറയുന്നു. Again, nitrogen hydrogen will react to the formation of ammonia. This is the effect of change in concentration. Effect of change in concentration. Simple. അടുത്തത് effect of change in temperature. Effect of change in temperature. ആകെ ഒരൊറ്റ സെന്റൻസ് മാത്രം പഠിക്കാട്ടോ. An increase in temperature. An increase in temperature will shift the equilibrium. Will the shift the equilibrium in the endothermic direction. ഈ ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഏതാണ് ഫോർവേഡ് റിയാക്ഷൻ ആണോ എക്സോതെർമിക്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ എക്സോതെർമിക് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് ഇക്വിലിബ്രിയം ഏത് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇൻക്രീസ് ഇൻ ഈ ഇക്വിലിബ്രിയത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Will shift the equilibrium in the endothermic direction. Delta H is negative ആണ്. That means forward direction is exothermic. Forward ആണ് exothermic. That means backward reaction is endothermic. അതായത് ഈ ഒരു റിയാക്ഷൻ മിക്സ്ചറിൽ, ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഏത് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ കണ്ടീഷനിൽ, ഈ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഏത് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡ് ഓർ ബാക്ക്വേർഡ്? Answer. Yes, it is backward direction. See there. Yes, good. It is in the backward direction because backward direction is endothermic and increase in temperature, backward direction. അതായത് കൂടുതൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലോ ടെമ്പറേച്ചർ ആണോ വേണ്ടത്, ഹൈ ടെമ്പറേച്ചർ ആണോ വേണ്ടത്? This a low temperature is preferred for the formation of ammonia. വളരെ ലോ ടെമ്പറേച്ചറിൽ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്യില്ല. അവർ റിയാക്ട് ചെയ്യുന്ന ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ വേണം. ഓപ്റ്റിമം ടെമ്പറേച്ചർ is necessary for the manufacture of ammonia. വളരെ ഹൈ ടെമ്പറേച്ചർ വേണ്ട. That is effect of change in temperature. And the third one, effect of increase in pressure. Effect of pressure എന്താണ്? Effect of change in pressure. ഇത് ഓർത്തു വയ്ക്കുക ഇതുപോലെ തന്നെ. An increase in pressure. An increase in pressure will shift the equilibrium. An increase in pressure at equilibrium will shift the equilibrium. Where there is lesser gaseous number of moles. Pressure increase ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ gaseous number of moles കുറവുള്ളത് ആ ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. An increase in pressure will shift the equilibrium where there is lesser gaseous number of moles. അപ്പോൾ പറഞ്ഞൂടെ lesser gaseous number of moles. ഇവിടെ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ഡയറക്ഷൻ ആണോ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണോ? An increase in pressure will shift the equilibrium forward direction or backward direction. Yes, it is in the forward. An increase in pressure because ഇവിടെ 2 number of moles ഉള്ളൂ, ഇവിടെ 4 number of gaseous ഉണ്ട്. എവിടെയാണോ gaseous number of moles കുറവുള്ളത് ആ ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. That is the effect of change in pressure, temperature and constant and concentration. ഇത് മൂന്നും ക്ലിയർ അല്ലേ? ഇനി ഒന്നുള്ളത് എഫക്ട് addition of an inert gas.
addition of an inert gas. Addition of an inert gas such as argon at constant volume no effect. Volume constant ആക്കി നിർത്തുക. വോളിയം കോൺസ്റ്റന്റ് ആക്കി നിർത്തുക എന്ന് പറയുമ്പോൾ it should be in a closed container. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ റിയാക്ഷൻ നടത്തിയിട്ട് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എല്ലാം അടച്ചിട്ടുള്ള റിയാക്ഷൻ നടത്തിയിട്ട് അതിൽ കുറച്ച് ആർഗോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ inert gas ആഡ് ചെയ്ത് കഴിഞ്ഞാൽ there's no effect at equilibrium. There's no effect. The addition of inert gas at constant volume has no effect. At constant pressure, ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ that is an open container, ഒരു ഓപ്പൺ കണ്ടെയ്നറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് അതിലേക്ക് അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ the equilibrium will shift. The equilibrium will shift in the direction where there is larger gaseous number of moles. എവിടെയാണോ ലാർജർ ഗേഷ്യസ് നമ്പർ ഓഫ് മോൾസ് ഉള്ളത് ആ ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. ഓർത്തു വയ്ക്കുക, അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിൽ ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ഇൻ ദ ഡയറക്ഷൻ വേർ ദർ ഇസ് ലാർജർ ഗേഷ്യസ് നമ്പർ ഓഫ് മോൾസ്. അതായത് ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ ആർഗോൺ ഒരു ഓപ്പൺ കണ്ടെയ്നറിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ ഇക്വിലിബ്രിയം ഏത് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? Equilibrium ഏത് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? Yes, equilibrium in the backward direction, that is larger number of gaseous number of moles. The equilibrium will shift towards the backward direction. That is important ആയുള്ള Le-Chatelier's principle. അപ്പൊ ഏത് ചോദ്യം ചോദിച്ചാൽ ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ എന്തും എഴുതാം, വളരെ ഈസി ആയിട്ട് എഴുതാം അല്ലേ? ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം വരുന്നത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് അല്ലേ? Equilibrium conditions. എന്താണ് ഒരു equilibrium? The rate of the forward reaction is equal to the rate of backward reaction. The rate of forward reaction backward reaction equal ആവുമ്പോഴാണ് we say at equilibrium. At equilibrium, the rate of the forward reaction is equal to the rate of backward reaction. ഒരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഒരു റിയാക്ഷൻ റിവേഴ്സ് കഴിഞ്ഞാൽ what happens to equilibrium constant? Equilibrium constant depends only on temperature കേട്ടോ, അത് ഓർത്തു വെക്കണം. The equilibrium constant is a constant which depends only on temperature. Temperature മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. It does not depend upon concentration. It does not depend upon pressure. It does not depend upon volume. Temperature മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് equilibrium constant. അതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ കൂടിയാലും കുറഞ്ഞാലും പ്രഷർ കൂടിയാലും കുറഞ്ഞാലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിമെയിൻസ്, the value of equilibrium constant remains the same. It depends only on temperature. What is the Kp and Kc അല്ലേ? What is the relation between Kp and Kc? Kp is equal to Kc into RT raised to delta n. Relation between ചില റിയാക്ഷനിൽ Kp may be equal to Kc, ചില റിയാക്ഷനിൽ Kp is greater than Kc, ചില റിയാക്ഷനിൽ Kp is less than Kc. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ചെയ്യാം. അയോണിക് ഇക്വിലിബ്രിയം ആണ് pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഒരു ബ്രോൺസ്റ്റഡ് ആസിഡ് കോൺസെപ്റ്റ് അത് ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, shall we move to the questions? The first question, the rate constant for a forward reaction and a backward reaction, the value of equilibrium constant. ഒരു equilibrium constant എങ്ങനെയാണ്? For a reaction, A moles of A plus B moles of B reversible, C moles of C plus D moles of D. The rate of forward reaction, RF is equal to Kf into concentration of A raised to A into concentration of B raised to B.
Kf is a rate constant for forward reaction, the rate of backward reaction. Rb is equal to Kb into concentration of C raised to C into concentration of D raised to D. At equilibrium, the rate of forward reaction is equal to the rate of backward reaction. Rate of forward reaction, backward reaction same ആണ്. അതായത് Kf into concentration of A raised to A into concentration of B raised to B is equal to Kb into concentration of C raised to C into concentration of D raised to D. Kf divided by Kb. Kf divided by Kb is equal to molar constant C raised to C into molar constant D raised to D divided by A raised to A into B raised to B. ഇതിനെയാണ് നമ്മൾ ഇത് പറയുന്നത്, we call it as equilibrium constant. Equilibrium constant. ഇങ്ങനെയാണ് definition വരുന്നത്. Therefore, equilibrium constant may be defined as the ratio of ratio of the rate constant for the forward reaction to the rate constant of backward forward reaction to the backward reaction rate constant, or it is defined as a ratio of the product of the molar concentration of products to the product of the molar concentration of the reactants, where each concentration term is raised to their stoichiometric coefficient as in a balanced chemical equation, which is known as the law of chemical equilibrium. അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെയാണ് വരുന്നത്, K is equal to Kf divided by Kb. അപ്പോൾ ഈ പ്രോബ്ലം സുഖമായിട്ട് ചെയ്തൂടെ? ഒന്ന് ചെയ്തു നോക്കിയേ. What will be the answer? What will be the answer? ചെയ്യൂ. കിട്ടിയോ? Just apply K is equal to Kf divided by Kb. തന്നിട്ടുണ്ട് rate constant forward reaction backward reaction തന്നിട്ടുണ്ട് അല്ലേ? The rate constant for the forward reaction is 8.5 into 10 raised to minus 5. (8.5) into 10 raised to minus 5 divided by 2.125 into 10 raised to minus 4. അപ്പോൾ എന്ത് വരും? Is equal to 4. 4 into 10 raised to minus 1 will be the answer. Yes, answer is 0.4. Option is D. Answer is 0.4. Option is D. കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടി? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. Try to do the next question. The active mass എന്താണ് active mass എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റിയാക്ഷൻ ചെയ്തുമ്പോൾ for a reaction A moles of A plus B moles of B gives products. According to the law of mass action, the rate of reaction is equal to the product of the active masses of the reactor. The product of the rate of reaction is directly proportional to the product of active masses of the reactors. ഇതാണ് ശരിക്കും ഉള്ള law of mass action, which was proposed by Guldberg and Weich. According to the law of mass action, which was proposed by Guldberg and Weich, the rate of reaction is directly product of the active masses of the reactor. Active mass of reactants നമ്മൾ എഴുതുമ്പോൾ A moles of A plus B moles of B. ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് A moles of A റിയാക്ട് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് റിയാക്ട് ചെയ്യുക. That is the active mass. Is the fraction of the molecules which actively take part in chemical reaction.
ആ ആക്റ്റീവ് മാസ് എടുത്ത് വെച്ചിട്ടല്ല നമ്മൾ റിയാക്ഷൻ പറയുന്നത്. ഇക്വേഷൻ ആക്റ്റീവ് മാസ് ഇസ് ഓൾമോസ്റ്റ് പറയുന്നു ആക്റ്റീവ് മാസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കോൺസെൻട്രേഷൻ. ശരിക്കും കോൺസെൻട്രേഷൻ ഒക്കെ താഴെയായിരിക്കാം, പക്ഷെ വളരെ ലോ കോൺസെൻട്രേഷനിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മോളിക്യൂൾസ് ഉള്ളപ്പോഴാണ് ആക്റ്റീവ് മാസ് കോൺസെൻട്രേഷൻ വേരിയേഷൻ വരിക. അപ്പൊ ആക്റ്റീവ് മാസ് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് ഫോർ തിയറി സൈഡിൽ വരുമ്പോൾ ആക്റ്റീവ് മാസ് ഇസ് അപ്രോക്സിമേറ്റ് ടേക്കൺ ആസ് കോൺസെൻട്രേഷൻ. അതുകൊണ്ടാണ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ into the molar concentration of B raised to B എന്ന് പറയാൻ കാരണം ആക്റ്റീവ് മാസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ. അപ്പൊ നമുക്ക് ആക്റ്റീവ് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് മെന്റ് ബൈ വാട്ട് ഈസ് എ മോളാർ കോൺസെൻട്രേഷൻ. അപ്പൊ ആ ചോദ്യത്തില് വാട്ട് ഈസ് എ മോളാർ കോൺസെൻട്രേഷൻ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പറയുന്നത് എന്താണ് ക്വസ്റ്റ്യൻ? പറയുന്നു the active masses of 64 gram hydrogen iodide 64 gram hydrogen iodide in 2 liter flask ആണ്. 64 gram hydrogen iodide in 2 liter flask. 2 liter flask ആണ്. 64 gram hydrogen iodine is the atomic mass is 127 plus 1. That is the molar mass is 128. അപ്പൊ 128 gram ആണ് എന്ത് 1 molar. അപ്പൊ 64 gram is equal to 0.5 molar HI. The concentration അല്ലേ? The molar concentration of HI. The molar concentration of HI is equal to 0.5 molar. 0.5 molar എത്രയാണ്? 0.5 molar in 2 liter. What is the molar concentration? Concentration in terms of liter. അങ്ങനെയാവുമ്പോൾ for 1 liter, 1 literൽ what is the molar concentration? 2 ലിറ്ററിൽ 0.5. അപ്പൊ ഇതിന്റെ പകുതി ആൻസർ വിൽ ബി 0.25 മോളാർ. ദിസ് ഈസ് ദ ആക്റ്റീവ് മാസ്. ജസ്റ്റ് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ആ മോളാർ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു, അത് മാത്രമേ ചെയ്തുള്ളൂ. ആക്റ്റീവ് മാസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ. ആക്റ്റീവ് മാസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ ഏത് വരും? ആക്റ്റീവ് മാസ് ഓഫ് 64 gram. ഓപ്ഷൻ രണ്ടല്ലേ? ആരും ആൻസർ പറയുന്നില്ലല്ലോ. ആൻസർ ഇല്ലേ അതില്? യെസ്, ഓപ്ഷൻ ഈസ് ഡി 0.25 മോളാർ. മനസ്സിലായില്ലേ? ആക്റ്റീവ് മാസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ മോളാർ കോൺസെൻട്രേഷൻ. എല്ലാ തിയറിറ്റിക്കൽ പ്രോബ്ലംസിലെല്ലാം ആക്റ്റീവ് മാസ് ആൾമോസ്റ്റ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. We shall move to question number 3. Third question. The reaction AB2 gives AB plus B. Was conducted in a closed vessel starting with pure AB2. The initial pressure was 1000 millimeter initial pressure of mercury, 1000 millimeter, and total pressure at equilibrium. At equilibrium, the equilibrium reaction on top. At equilibrium, I mean, very low. At equilibrium, P total തന്നുണ്ട്. At equilibrium, P total, the pressure at equilibrium, the total pressure is 1200 millimeter. ചോദ്യം എന്താണ്? What is the value of equilibrium constant? What is the value of equilibrium constant? എന്താണ് equilibrium constant? Equilibrium constant is equal to, in terms of pressure ആണല്ലേ, equilibrium constant Kc or equilibrium constant Kc or Kp in terms of partial pressure ആണെങ്കിൽ partial pressure of AB into the partial pressure of B divided by the partial pressure of AB2. Equilibrium. Yes, sir. ഇതിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അതിന് ഇനീഷ്യൽ എന്നുണ്ട്. ഇനീഷ്യൽ പ്രഷർ ഓഫ് AB2 1000 ആണെങ്കിൽ റിയാക്ടർ എടുത്തിട്ടേ ഉള്ളൂ, അതായത് യാതൊരു തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടായില്ല. Therefore, this pressure is equal to 0. Let at equilibrium, let X is the decrease in pressure.
Equilibrium, let X is a decrease in pressure. 1000 നിന്ന് കുറച്ച് റിയാക്ട് AB to റിയാക്ട് ചെയ്തിട്ട് എന്തായി പ്രൊഡക്ട്സ് ആയിട്ട് മാറി, നെറ്റ് പ്രൊഡക്ട്സ് ആയിട്ട് മാറി അല്ലേ? അതായത് let X is a decrease in pressure. അപ്പോൾ X ഡിക്രീസ് ചെയ്യാൻ പറഞ്ഞാൽ 1000 at equilibrium it is 1000 minus X. At equilibrium പ്രഷർ ഡിക്രീസ് ചെയ്തു AB2, അതായത് കുറെ AB2 റിയാക്ട് ചെയ്തിട്ട് ABയും B ആയി. ഇത് X പോയെങ്കിൽ ഇത് ഈ ഇക്വേഷൻ ഇതാണ് നമുക്ക് അറിയേണ്ടത് at equilibrium. ഈ ഇക്വേഷൻ വളരെ ക്ലിയർ ആണ്. 1 mole of AB2 gives 1 mole of AB and 1 mole of B. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ഇതിന്ന് ഡീകമ്പോസ് ചെയ്തു പോയെങ്കിൽ എ ബിയുടെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? വാട്ട് വിൽ ബി ദ പ്രഷർ ഓഫ് എ ബി? വാട്ട് ഇസ് ഇവിടെ ഞാൻ എന്ത് ചെയ്യും? വാട്ട് ഇസ് ദ പ്രഷർ ഓഫ് എ ബി അറ്റ് ഇക്വിലിബ്രിയം? യെസ്, ഗുഡ്. അമൽ, ഇറ്റ് ഈസ് എക്സ്. യെസ്, ഉത്തരം ഇറ്റ് ഈസ് എക്സ്. It is ഇവിടെ x എഴുതും. This is also x. This is also x. അതിന്റെ P total എഴുതുന്നത്. P total എന്താണ്? P total is equal to 1000 minus x plus x plus x. Minus x ഉം plus x ഉം പോയി. Therefore 1200 is equal to 1000 plus x. Therefore x is equal to 200. കിട്ടിയോ? X is equal to 200. That is the pressure of AB at equilibrium. Pressure of B at equilibrium. That is the partial pressure of AB and partial pressure of B കിട്ടി. അപ്പോൾ x എന്നുണ്ട്. അപ്പോൾ AB2 ന്റെ വാല്യൂ കിട്ടില്ലേ? അങ്ങനെയാണ് equilibrium constant Kp കണ്ടുപിടിച്ചൂടെ? ഒന്ന് ചെയ്തു നോക്കൂ. What will be the value? ഒന്ന് ചെയ്യൂ. ആർക്ക് എത്ര ആൻസർ കിട്ടി എന്നറിയാനാണ്. ഏതായിരിക്കും? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp? എക്സ് രണ്ടിന്റെ വാല്യൂ കിട്ടി, ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആർക്ക് കിട്ടി? എത്രയായിരിക്കും അതിന്റെ ആൻസർ? ഓപ്ഷൻ ഏത് വരും? യെസ്, ഗുഡ്. മെഹാ ഫേസ്. ആൻസർ ഈസ് 50. ജസ്റ്റ് അപ്ലൈ ചെയ്യേ വേണ്ടു. പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ? എക്സ് ആണ്. എ ബി ഈസ് ഈക്വൽ ടു എക്സ്. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 200 ഇൻറ്റു പി ബി ഈസ് ഓൾസോ 200 ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ്. 100 മൈനസ് 200 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 800. 800 അല്ലേ? 400 divided by 8. Answer will be 50. Option is C. Alle? Option is C. Option is C. Answer is 50. Is it clear? Shall we move to question number 4? Question number 4. For a reaction, the value of Kp, A plus B, for a reaction at 500 Kelvin, Kp is given as 0.61. 0.61 atmosphere inverse. The value of Kc എന്നുള്ളതാണ് അല്ലേ? ചെയ്തൂടെ? What is the value of Kc എന്നുള്ളതാണ് ചോദ്യം. We know that Kp is equal to Kc into RT raised to delta n. Raised to delta n.
ഇവിടെ what is the value of delta n? Delta n is the number of moles of products minus the number of moles of reactants. Products ഒരെണ്ണം, reactants രണ്ടെണ്ണം. അപ്പോൾ 1 minus 2 that is equal to minus 1. Minus 1. Therefore Kp എന്ത് വരും? Kc is equal to Kp divided by RT raised to delta n. Kp തന്നിട്ട് 0.61 divided by temperature തന്നിട്ട് 500. What is the value of R? R ന്റെ value എന്ത് എഴുതും? What is the value of R? ഏത് വാല്യൂ ആണ് R ഇവിടെ റെപ്രസെന്റ്? ഒന്ന് എഴുതൂ, ടൈപ്പ് ചെയ്യൂ. What is the value of R? നിങ്ങൾ എഴുതാൻ പോകുന്ന 8.314. എങ്ങനെയാണ് അഭിരാമി? 8.314 ജൂൾസിലല്ലേ? 8.314 is the value of R in yes, ഐശ്വര്യാജിത്ത് പറയുന്നുണ്ട് in joules-ലാണ്. നമുക്ക് വേണ്ടത് the value of R in atmosphere-ലാണ്. The value of R in atmosphere, therefore 0.0821. The value of R is 0.0821 raised to minus 1. Only you will, therefore Kc is equal to 0.61 into 0.0821 into 500. That will be the value of Kc. കിട്ടില്ലേ? ഓപ്ഷൻ ഏത് വരുന്നു നോക്കിയേ. What will be the answer? Option എന്ത് വരും? Option ready? Option is A. Option is A. Just it is a matter of simplification. Option C. That is 25. Other question again. Which one of the following equilibrium will the point of view will shift towards the equilibrium shift to left when the pressure of the system is increased? Pressure increase ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് വരിക. Pressure increase ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ in the backward directionലേക്ക് വരണം. Backward. The backward direction when an increase in pressure will shift the equilibrium where there is lesser gaseous number of moles. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ അതിൽ ഏതായിരിക്കും? Where there is lesser gaseous number of moles. Question 5. Yes, good. എല്ലാവരും ആൻസർ പറയുന്നത് very good, very good. Option is B. Option is B. Question number 5. Option is B. Question number 6. Choose the equilibrium that is not influenced by pressure. Again, pressure increase ചെയ്താലും decrease ചെയ്താലും യാതൊരു മാറ്റം വരുത്താതെ പറയുന്നത് ഞാൻ increase in pressure will shift the equilibrium where there is less gaseous number of moles. ഇപ്പൊ gaseous number of moles reactant സൈഡിലും product സൈഡിലും സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും? Pressure increase ചെയ്താലും കൊള്ളാം, decrease ചെയ്താലും കൊള്ളാം. If the pressure is increased or decreased, it remains as such. There will no change. Yes, good. Option is D. That is because the number of gaseous number of moles on the product side and reactant side same ആണ്. Good. എല്ലാവർക്കും കിട്ടി. Option is D. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. On introducing inert gas, the equilibrium system. Equilibrium system എന്നുണ്ട്. In a closed vessel. In a closed vessel. Question വളരെ ശ്രദ്ധിക്കുക കേട്ടോ. Is in a closed vessel ആണ്. That is at constant volume ആണ്. And the addition of an inert gas at constant volume. എന്ത് സംഭവിക്കും? Addition of an inert gas at constant volume has no effect. The addition of an inert gas at constant volume has no effect. Constant pressure ലാണ് effect വരുന്നത്. Constant pressure എങ്ങനെയാണ്? Where there is larger gaseous number of moles. എവിടെയാണ് larger gaseous number of moles ഉള്ളത്? ആ ഡയറക്ഷനിലേക്ക് equilibrium shift ചെയ്യും.
where this larger. Here there is the constant volume in the closed vessel. That means there will be no effect. Again, option is D. Option is D. Good. Anjana. Meha. Option is D. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The ratio of molar concentration of weak acid is potassium salt is mixed in a buffer solution. എന്താണ് ഒരു buffer solution? A buffer solution. A solution which resists the change in its pH when a small amount of acid or base are added to it. കുറച്ച് amount of acid add ചെയ്താലും base add ചെയ്താലും ആ pH അതുപോലെ തന്നെ നിൽക്കുക. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനെയാണ് പറയുന്നത് we call it as a buffer solution. ആ buffer solution can be classified into രണ്ട് type ഉണ്ട്. Acidic buffer and basic buffer. Acidic buffer and basic buffer. Acidic buffer എന്ന് പറയുമ്പോൾ pH is less than 7. Basic buffer എന്ന് പറയുമ്പോൾ pH is greater than 7. Acidic buffer. Acidic buffer എന്ന് പറയുമ്പോൾ ഒരു weak acid, say for example acetic acid, and the salt with a strong base, say for example sodium acetate, and its salt with a strong base. ഒരു weak acid, ഒരു weak acid, equimolar concentration, equimolar concentration of weak acid and its salt with a strong base, sodium acetate, potassium acetate. ഇങ്ങനെയുള്ളതിനെ we call it as a acidic buffer. A basic buffer, a weak base, say for example ammonium hydroxide is a weak base and its salt with of a strong acid, salt, ammonium, salt ആണുള്ളത് with a strong acid, ammonium chloride is an example of a basic buffer. Acidic buffer and basic buffer. And the type of buffers ഉണ്ട് acidic buffer which resists the change in pH. ഇങ്ങനെ equimolar solution of ammonium hydroxide എടുക്കാം. pH will be around 9 point something ആണ് വരിക. അതിൽ കുറച്ച് ആസിഡ് ഒഴിക്കുക, pH ന് വലിയ മാറ്റം വരില്ല. കുറച്ച് ബേസ് ആഡ് ചെയ്യാം, pH ന് യാതൊരു മാറ്റവും വരില്ല. കുറച്ച് അധികം ആഡ് ചെയ്ത് ഉറപ്പായിട്ട് മാറും കേട്ടോ. കുറച്ച് അധികം ആഡ് ചെയ്ത് ഉറപ്പായിട്ട് മാറും. അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത് we call it as acidic. How to calculate the pH of an acidic buffer? pH of an acidic buffer is calculated by using the equation pH is equal to pKa plus log into concentration of salt divided by concentration of acid. This equation is known as Henderson's equation. Henderson's equation, or more accurately Henderson-Hasselbalch equation. pH is equal to pKa plus log into concentration of salt divided by concentration of acid. എന്താണ് pKa? Where pKa is equal to the negative logarithm of Ka. The negative logarithm of K. എന്താണ് K? K is ionization constant of acid. K is ionization constant of acid. pH is equal to how? pH is related to the constant of salt and acid. It is related to pKa. pK is the negative logarithm of K. K is ionization constant of acid. അല്ലെ, K യുടെ വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ pK യുടെ വാല്യൂ കുറയും. pK യുടെ വാല്യൂ കുറയുമ്പോഴാണ് സ്ട്രോങ് ആസിഡ് ആവുന്നത് അല്ലെ. The higher the value of K, the lower will be the value of pKa, the stronger is acid. The lower the value of pKa, the stronger is acid. pKa നെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഒരു ആസിഡ് എത്രമാത്രം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വീക്ക് ആണ് എന്ന് പറയുന്നത്. The order of acidity of acids is depending upon the value of pKa. pH. ഇതിന്റെ ബേസിന്റെ കേസിൽ എന്ത് സംഭവിക്കും? POH ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. POH is equal to pKb plus log into concentration of salt divided by concentration of base, where pKb is equal to minus the logarithm of Kb, where Kb is the ionization constant of weak base. Ionization constant of base. How to calculate pH and POH? ഈ PH അറിയാന്നുണ്ടെങ്കിൽ POH അറിയാന്നുണ്ടെങ്കിൽ ഏതിലൊന്നും അറിഞ്ഞാൽ മതി അല്ലേ. PH POH അറിയാന്നുണ്ടെങ്കിൽ we can calculate the അല്ല PH അറിയാന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ POH അറിഞ്ഞാൽ മതി. because pH plus POH is equal to 14.
pH plus pOH is equal to 14. How to calculate the pH of an acidic buffer? Equation ഓർത്തു വെക്കാട്ടോ. Henderson-Hasselbalch equation. In the case of a base, pOH is equal to ഈ logarithm of concentration of saltum acidum, concentration of saltum acidum same ആണ്. 1 molar concentration of salt, 1 molar acid ആണ് 1 by 1 അല്ലേ? ഇത് cancel same concentration ആവുമ്പോ എന്ത് വരും? Cancel ചെയ്യും. അപ്പൊ log 1 വരും. log 1 is equal to 0. Same constant, log 1 is equal, then for pH is equal to pK. When the concentration is same, the concentration of salt and the acid are the same, then pH is equal to pK. ഇനി ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയേ. ചോദ്യം ഇതാണ്. The ratio of molar concentration of weak acid and its potassium salt. Weak acid തരുന്നുണ്ട് അല്ലേ? Weak acid is RCOH and its potassium salt RCOK. Weak acid and salt. Weak acid and salt. The ratio of molar concentration of weak acid and its salt to be mixed in order to prepare a buffer solution of pH is equal to 6. നമുക്ക് കിട്ടുന്നത് pH ന്റെ വാല്യൂ ആണ്. pH is equal to 6 കിട്ടണം. അതിന് എന്ത് തന്നുണ്ട്? The value of Ka തന്നുണ്ട് അല്ലേ? pH is equal to Ka is equal to 10 raised to minus 4 തരുന്നുണ്ട്. The value of Ka is equal to 10 raised to minus 4. Therefore, what is pK? pK is equal to minus the logarithm of 10 raised to minus 4. Minus 4, 10 raised to minus 4, that is equal to minus of minus 4 log 10. Therefore, it is equal to 4. pH is equal to 4. pH anand is 6 is equal to 4 plus log into concentration of salt. Alle salt idana. Concentration of salt, that is log RCOK divided by acid RCOH. That is equal to logarithm of RCOK, logarithm of salt divided by concentration of acid is equal to 6 is equal to 2. എന്തിന്റെ log ആണ് 2 വരിക? We know that log 10 is equal to 1, log 100 is equal to 2, log 1000 is equal to 3. Log 100, therefore log 100 divided by 1, log 100 is equal to 2. Therefore, the concentration of RCOK is to RCOH is equal to 100 is to 1. 100 is to 1. ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ വരൂ, സി വരൂ? ആൻസർ ചെയ്ത് വരും ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഈസ് സി പറയുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ ഈസ് സി. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചു നോക്കുന്നില്ലേ? വെറുതെ കേറി സി 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 എന്ന് പറഞ്ഞിട്ടിരിക്കുക. യെസ്, ഐശ്വര്യ അജയ്, യെസ്, ഓപ്ഷൻ ഈസ് എ. ചോദ്യം ചോദിച്ച് നോക്കൂ. സോൾട്ട് ടു ആസിഡ് ആണോ ചോദ്യം? Question is the ratio of acid to salt ആണ്. The concentration of acid to salt ആണ്. Salt to acid is 100 is to 1. The concentration of acid to salt is 1 is to 100. ചോദ്യം വളരെ ശ്രദ്ധിക്കുക കേട്ടോ. Option is A. Option is A. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. The Kp value for the equilibrium തരുന്നുണ്ട്. ഒരു equilibrium reaction തരുന്നുണ്ട്. എന്താണ് ആ റിയാക്ഷൻ? 2A2 gas plus B2 reversible 2A2B gas. Kp തരുന്നുണ്ട്. Kp യുടെ വാല്യൂ
is 4 into 10 raised to 4. The value of Kp is 4 into 10 raised to 4 atmosphere inverse at 27 degrees Celsius. ചോദ്യം, the value of the equilibrium constant A2B reversible A2 plus half B2. What is the value of Kp എന്നുള്ളതാണ് ചോദ്യം. ചെയ്തൂടെ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും ചെയ്യും. ഇക്വേഷൻ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഈ ഇക്വേഷന്റെ Kp എന്നുണ്ട് at 25 ടെമ്പറേച്ചർ ഡിപെൻഡ് ആണ്. ഇത് 27 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ടെമ്പറേച്ചർ യാതൊരു മാറ്റം ഒന്നുമില്ല. ദാറ്റ് മീൻസ് equilibrium constant depends only on temperature. ഈ ഒരു ഇക്വേഷന്റെ equilibrium constant 4 into 10 raised to 4. ഇന്ന് ഇക്വേഷൻ റിവേഴ്സ് ചെയ്തു. ഇക്വേഷൻ റിവേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ 2a2b റിവേഴ്സിബിൾ 2a2 plus b2 ഇക്വേഷൻ റിവേഴ്സ് ചെയ്തു. What will be the value of Kp? ഇതിന്റെ വാല്യൂ Kp ആണ്. ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരും? It will be the reciprocal 1/4 into 10 raised to 4 വരും. അറിയില്ലേ? ഇക്വേഷൻ ഒരു Kp യുടെ വാല്യൂ ഒന്നുണ്ട്, equilibrium constant വാല്യൂ ഒന്നുണ്ട്. If the equation is reversed, it will be the reciprocal 1/4 into 10 raised to 4. ഇതായിരുന്നെങ്കിൽ ആൻസർ ഇത് വന്നാനെ. ഇനി എന്ത് ചെയ്തു? The concentrations has been divided throughout by 2. ഇല്ലേ? 2 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തത്? All the stoichiometric coefficients is divided by 2. Stoichiometric coefficients is divided by 2. If the stoichiometric coefficients is made to half ആവുമ്പോൾ എന്ത് ചെയ്യും? What will be the new equilibrium constant? The new equilibrium constant will be the square root. The new equilibrium constant will be the square root. അറിയില്ലേ ഈ കാര്യങ്ങളെല്ലാം? പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഇത് ഇക്വേഷൻ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തപ്പോൾ 1 reciprocal ആയി. ഇതിന്റെ പകുതിയാക്കി. Therefore it will be the square root. 1 that is equal to എന്ത് വരും? Square root of 1/2 into 10 raised to 4 ആണോ -4 ആണോ തന്നിട്ടുള്ളത്? ten raised to 4 അല്ലേ? Yes, 10 raised to 4. Therefore it is 2 into 10 raised to 2. That is 1/2. 0.5 into 10 raised to -2. That is 0.5 into 10 raised to -2. That is the answer. Option is C. Yes, good. Nandana. Option is C. Option is C. Equation reverse ചെയ്യുമ്പോൾ what happens to equilibrium constant എല്ലാം അറിയേണ്ടതാണ് കേട്ടോ. What happens to the new equilibrium constant? Option is C. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 10. 4 gaseous homogeneous equilibrium reactions are choose a reaction in which both increase in pressure increase in favor the formation of products. അതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും പ്രഷർ ഇൻക്രീസ് ചെയ്താലും ഫോർവേഡ് റിയാക്ഷൻ നടക്കാം. ഇതിൽ ഏതാണ്? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ. ജസ്റ്റ് അപ്ലൈ ദ റീഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും പ്രഷർ ഇൻക്രീസ് ചെയ്താലും it occurs in the forward direction. Yes, good. Amalnas. Option is B. An increase in pressure will shift the equilibrium where there is lesser gaseous number of moles. ഓണം. ഇത് endothermic ഓണം. lesser gaseous number of moles ഓണം. Therefore option is good. Option is B. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 11. Question number 11. In the decomposition reaction, in the decomposition reaction, at equilibrium 10 liter vessel, a reaction occurs in a 10 liter.
closer at 227 degrees Celsius. 2 moles are present in the decomposition reaction at equilibrium. At equilibrium in a 10 liter vessel, 2 moles of AB5. 2 moles of AB5. AB3 ആണ് 2 moles. 2 moles of AB3. 5 moles of B2 and 4 moles of AB5. 4 moles of AB5 are present. The equilibrium constant for the formation of AB5. We will first have to find out the equilibrium constant for this reaction. What is the equilibrium constant? The equilibrium constant is equal to AB3 into B2 divided by the molar concentration of AB5. In the value it is moles per liter. It is 10 liter vessel. 10 liter vessel. This should be in moles per liter. കിട്ടിയോ? ഇതിന്റെ കോൺസെപ്റ്റ് AB3 എന്ത് ചെയ്യാം? മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പൊ 2/10 into 5/10 divided by 4/10. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അല്ലേ? That is equal to 1/4. The equilibrium constant is equal to 1/4. Answer എന്തായിരിക്കും? Answer ഇതിൽ എന്തായിരിക്കും? What will be the answer for this question? Question number 11. The option in the വരും. What will be the answer? Option. Equilibrium നേരെ concentration ആണ്. Just apply ചെയ്തിട്ടുള്ളൂ. Moles per liter. Option is A. ആരെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവരും മോനിസ, അമൽ കൃഷ്ണ പറയുന്നുണ്ട്. ഓപ്ഷൻ സി. ചോദ്യം ഇപ്പോഴും ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. ഈ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് AB5. This is the equilibrium. 1/4 is the equilibrium constant for decomposition of AB5. അല്ലേ? ചോദ്യം എന്താണ്? What is the equilibrium constant for the formation of AB5? What will be the equilibrium constant? That is, what is the equilibrium constant of the reverse reaction? അതല്ലേ ചോദ്യം. What is the equilibrium constant for the reverse reaction? There is a formation of AB5 ആണ് ചോദ്യം. Decomposition is 1/4 ആണെങ്കിൽ it will be the reciprocal for the formation. Answer is equal to 4. Answer is equal to 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഈസ് A അല്ല, ഓപ്ഷൻ ഈസ് B ആണ് വരിക. ഓപ്ഷൻ ഈസ് B. ഞാൻ പിന്നെയും പറയുന്നു, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ചിട്ട് വായിച്ചിട്ട് നോക്കിയിട്ട് വേണം ആൻസർ പറയാൻ. ഓപ്ഷൻ ഈസ് ബി. എൻട്രൻസ് ക്വസ്റ്റ്യൻസുകളാണ്, അപ്പൊ തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ക്വസ്റ്റ്യൻസിൽ ഒരു ശ്രദ്ധ വേണം, എന്താണ് ചോദിക്കുന്നത്. Therefore, question number 11, option is B. Yes, good. കുഴപ്പമില്ല, ശരിയായിക്കോളും മുന്നീസ. അടുത്ത തവണ ശരി, ഇങ്ങനെയാണ് പതുക്കെ പതുക്കെ ചെയ്ത് ശരിയായി വരിക. Clear അല്ലേ? If it is clear, we can go to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. If the concentration of OH minus reaction that is decreased,
ഇക്വേഷൻ ആയി തന്നെ എഴുതാം. Question number 12. Equation ഉണ്ട്. FeOH, ferric hydroxide, solid state ആണ്, which is in equilibrium with Fe3 plus 3OH minus aqueous. 3OH minus. What is the equilibrium constant? What is the equilibrium constant Kc in the equilibrium constant Kc is equal to the molar concentration of Fe3 plus into the molar concentration of OH minus raised to 3. This is a solid state. The molar concentration of solids is taken as unity. The molar concentration of pure liquids and solids taken as unity. Therefore, it depends upon the concentration, the aqueous state. If the concentration of OH minus decrease, the concentration of OH minus is decreased by the concentration of OH minus is decreased by 1/4 times. 1/4 times. Then the equilibrium constant is always a constant. Equilibrium constant is always a constant. Depends only on temperature. This value is constant. Now, in the OH concentration, itra kanda decrease ചെയ്തു. Itra kanda decrease ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും concentration of Fe3 plus കൂടണം അല്ലേ? എത്ര കണ്ട് കൂടണം എന്നുള്ളതാണ് ചോദ്യം. What will be the answer? The equilibrium constant of increase ആണ്, ഉറപ്പാണ്, അത് സംശയമില്ല. What will be the value of Fe3 plus എത്ര കണ്ട് കൂടണം എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഏതായിരിക്കും? Yes, option is A, Meha phase. നോക്ക്, equilibrium constant Kc is equal to the concentration into concentration of 1/4 raised to 3 വരൂല്ലേ? 1/4 raised to 3. That is decreased by 4 into 4, 16. That is equal to 1/64 ആയി അല്ലേ? 1/64 ആയി. അപ്പൊ എന്ത് ചെയ്യണം? This concentration has to be increased by 64 times. This Fe3 plus concentration has to be increased by 64 times. Option is ആരാണ്? മെഹ A ആണ് പറഞ്ഞത്, B ആണ് പറഞ്ഞത്? Increased by 64 times. മെഹ option is B ആണ് to വരിക. Increased by 64 times. 3 in the cube മറക്കരുത്. 1/4 raised to 3. Yes, it is. Okay, കുഴപ്പമില്ല. ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ശ്രദ്ധിക്കാം. 1/4 raised to 3 വരുന്നു. വെറും 1/4 ആണ് ശരിയാണ്. It is 4 ആയെന്ന്. 4 raised to 3. Answer is 64 times. Option is B. Option is B. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 13. Question number 13. 1.6 mole of PCl5 is placed in a 4-liter vessel. PCl5, നമുക്കറിയാം PCl5 decomposes to form PCl3 and Cl2. PCl3 and Cl2. 1.6 mole. 1.6 mole of PCl5 in a 4-liter. Isn't it? Letter is in a 4-liter. 1.6 mole. Moles per liter. It is placed in a 4-liter vessel. 1 decimeter cube is 1 liter. When the temperature is raised to 500 Kelvin, decompose at equilibrium, 1.2 mole of PCl5 remains. അതായത് the initial concentration ആണ് 1.6 mole. Initial concentration of reactant 1.6 mole, product form ചെയ്തില്ല, therefore is equal to 0 and this is equal to 0. At equilibrium പറയുന്നു, എന്താണ് പറയുന്നത്? 1.2 mole of PCl5 remains. അതായത് equilibrium PCl5 is equal to 1.2 mole.
1.2 mole. ഇത് രണ്ടും കണ്ടുപിടിക്കണം. ചോദ്യം എന്താണ്? What is Kc? What is the value of Kc? We know that Kc is equal to the molar concentration of PCl3 into the molar concentration of chlorine divided by the concentration of PCl5. 1.2 mole. ഇതിന്റെ കോൺസെൻട്രേഷൻ കിട്ടി കഴിഞ്ഞു. 1.2 mole. ഇതിന്റെ രണ്ടിന്റെയും കോൺസെൻട്രേഷൻ കിട്ടുകയാണെങ്കിൽ ആൻസർ ആയി. ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് ചെയ്ത് നോക്കൂ. 4 liter vessel ആണ്. ഒന്ന് ചെയ്ത് നോക്കൂ. How we can do it? ഇക്വിലിബ്രിയത്തിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ എഴുതി കഴിഞ്ഞാൽ ആൻസർ ആണ് കേട്ടോ. ഇക്വിലിബ്രിയത്തിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആൻസർ. ഇത് ആർക്കെങ്കിലും കിട്ടിയോ? വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് PCl3 at equilibrium? Anybody? What is the concentration of PCl3 അല്ലെങ്കിൽ what is the concentration of Cl2 at equilibrium? ആർക്കെങ്കിലും കിട്ടിയോ? What is this in the equilibrium? What is the concentration of PCl3 or Cl2? Anybody? ആർക്കെങ്കിലും ഇതിന്റെ കോൺസെൻട്രേഷൻ, ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ എഴുതാനുള്ള കഴിവ് നമുക്ക് വളർത്തിയെടുക്കണം. അത് കഴിയാത്തോടത്തോളം കാലം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. എനിബഡി ഹാസ് ഗോട്ട് ദി ആൻസർ? ആൻസർ വേണ്ട, ആൻസറിലേക്ക് എനിക്ക് വേണ്ട. യെസ് 4. യെസ് 4 ആണോ? 4 ആണോ 0.4 ആണോ? ആൻസർ ചെയ്ത് 0.4. നോക്കാം. ഗുഡ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വെറുതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആദ്യം 1.6 ഉണ്ടായി ഇല്ലേ? 1.6 ഉണ്ടായി 1.2ലേക്ക് വരണമെങ്കിൽ എന്ത് കുറയണം? 1.6ൽ നിന്ന് എത്ര കുറയുമ്പോഴാണ് 1.2 വരിക? 0.4 കുറയുമ്പോഴാണ് 1.2 മോൾ വരിക അല്ലെ? 1.6 is initial concentration. അതിൽ നിന്ന് 0.4 ഡീകമ്പോസ് ചെയ്തു, അപ്പൊ ഇറ്റ് ഈസ് 1.2. പിന്നെ അതുപോലെ 1 mole gives 1 mole of PCl3 and 1 mole of chlorine. ഇത് 0.4 mole ഡീകമ്പോസ് ചെയ്യും, ഇതും 0.4 ആയിരിക്കും, ഇതും 0.4 ആയിരിക്കും. ഗുഡ്. ഒരാളെങ്കിലും ആൻസർ പറഞ്ഞല്ലോ. കോൺസെൻട്രേഷൻ ഓഫ് PCl3 ഈസ് ഈക്വൽ ടു 0.4. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇറ്റ് ഈസ് എ 4 liter വെസൽ ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. 0.4 divided by 4 into 0.4 divided by 4 divided by ഇതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്? 1.2 divided by 4. That will be the equilibrium concentration. ചെയ്തൂടെ? That is 0.4 by 4 into 0.4 by 4 into 4 divided by 12. That will be the answer. Answer എത്ര കിട്ടി? Answer will be, മനസ്സിലായില്ലേ? ആൻസർ ഏതായിരിക്കും? ഇത് ഇത്രയും വെച്ചിട്ട് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. Yes. Yes. Answer will be 0.033. Answer will be 0.033. Option is C. 0.033. Option is C. Clearly? Question number 14. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താ പറഞ്ഞേ? അതിന്റെ ആൻസർ എന്തായിരിക്കും? Question number 14. For a reaction, the formation of XY3. Simple question ആണ്. X2 plus 3Y. XY3 plus 25 പ്രൊഡക്റ്റിന്റെ കൂടെ
25 kilojoules ആണ്. That means ഇന്നലെ പറഞ്ഞതാണ് delta H is equal to minus the reaction is the forward reaction is exothermic, the backward reaction ആണ് endothermic. ചോദ്യം, the formation of XY3 is favored at low temperature high. Yes, option is. ആരാണ് സി പറയുന്നത്? എന്റെ ഐശ്വര്യ എന്ത് കണ്ടിട്ടാണ് ഓപ്ഷൻ സി പറയുന്നത്? The formation of product ലെ തെറ്റിപ്പോയി. ബാക്കിയുള്ളവരെല്ലാവരെയും ശരിയാവുന്നുണ്ട്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് ഫോം ചെയ്യണം, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. The forward reaction is exothermic ആണ്. Therefore XY3 ഫോം ചെയ്യണമെങ്കിൽ low temperature വേണം, because the forward reaction is exothermic. An increase in pressure will shift the equilibrium where there is less gaseous number of moles, low temperature and high pressure. Option is B, low temperature and high pressure. തെറ്റിക്കരുത് കേട്ടോ. ശരിയാ. എച്ചിന്റെ വാല്യൂ എച്ച് പ്ലസ് അല്ല, പ്രൊഡക്റ്റിന്റെ കൂടെയാണ് 25 കിലോ ജൂൾസ്. ഞാൻ ഇന്നലെ പറഞ്ഞ തെറ്റിക്കരുത്. പ്രൊഡക്ട്സിന്റെ കൂടെ 25 കിലോ ജൂൾസ് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നു. പ്രൊഡക്റ്റിന്റെ കൂടെ 25 കിലോ ജൂൾസ് ഓഫ് എനർജി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇറ്റ് ഇസ് എക്സോതെർമിക് ആണ്. പ്രൊഡക്റ്റ് പ്ലസ് 25 കിലോ ജൂൾസ് ഓഫ് എനർജി റിലീസ്, ദാറ്റ് ഇസ് ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. ഐശ്വര്യ ക്ലിയർ അല്ലേ? യെസ്. We shall move to the next question. Question number 15. Consider the reaction. 3 equation തന്നിട്ടുണ്ട് കേട്ടോ. Two PQ reversible gives P2 plus Q2. K1 is given as 2.5 into 10 raised to 5. PQ plus half R2 gives PQR. K2 is equal to 5 into 10 raised to minus 3. 5 into 10 raised to minus 3. The value of K3 for the reaction, half P2 plus half Q2, P2 plus half Q2 plus half R2, PQR. എന്താണ് ചോദ്യം? Consider the following reaction in which the reactants and products are in the gaseous state. എല്ലാം gaseous states ആണ്. 2pk gives P2 plus Q2. K1 ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. K2 ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 5 into 10 raised to minus 3. PQ plus half R2 gives PQR. ചോദ്യം, the value of K3 for the reaction equilibrium. Equilibrium, what is the value of K3? ചെയ്തൂടെ? What is the value of K3? ചെയ്തു നോക്കൂ. മുന്നേ ചെയ്ത ഇതിന്റെ ഇതാണ്, ഏത് ഇക്വേഷൻ റിവേഴ്സ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് നോക്ക്. ചെയ്തൂടെ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ഈ ഇക്വേഷൻ ഹാഫ് P2 വരണമെങ്കിൽ P2 ഉം Q2 ഇപ്പുറത്ത് വരണം അല്ലേ? P2 ഉം Q2 ഇപ്പുറത്ത് വരാന്ന് പറയുമ്പോ P2 plus Q2 reversible to PQ. Equation is reversed. അപ്പൊ എന്ത് വന്നു? 1/2.5 into 10 raised to 5 വന്നു. ഇല്ലേ? കിട്ടിയില്ലേ? Equation is reversed. അപ്പോഴായോ half P2? ഇല്ല. എന്ത് ചെയ്യണം? The equation is reversed and it is divided by 2. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യണ്ടേ? Half P2 plus half P2 is equal to P. If the stoichiometric coefficients are divided by 2, അപ്പൊ എന്ത് വരും? PQ. The equilibrium constant will be
ഇനി ഇപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നോക്കി, പി ക്യൂയും പി ക്യൂയും ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇത് ആഡ് ചെയ്താ പോരെ? Therefore, what is the new equilibrium constant? K3 is equal to 1 by the square root of 2.5 into 10 raised to 5 into 5 into 10 raised to minus 3. കിട്ടിയോ? That will be the answer. 1 by, this is equal to, this can be written as the square root of 25 into 10 raised to 6 നേടി കൂടെ എനിക്ക്. Therefore 5 into അല്ല 25 10 raised to 4 വരും അല്ലേ? 10 raised to 4 വരും. Twenty-five into 10 raised to 4. This can be written as 25 into 10 raised to 4. Therefore 5 into 10 raised to 2. 5 and 5 cancel. That is equal to 10 raised to minus 5. 10 raised to minus 5 will cut. Yes. Option is C. Option is C. 10 raised to minus 5. കിട്ടിയോ? ആൻസർ കിട്ടിയോ? 10 raised to minus 5. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഇക്വേഷൻസ് വെറുതെ ജസ്റ്റ് ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ ഇക്വേഷൻ വളരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഏതിനെ ഡിവൈഡ് ചെയ്യണമെന്ന് നോക്കി, അല്ലെങ്കിൽ ഏതിനെ റിവേഴ്സ് ചെയ്യണം നോക്കി, ജസ്റ്റ് ആഡ് അപ്പ്. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻസ് കൂട്ടി. അത്രേ ചെയ്തിട്ടുള്ളൂ. ക്ലാരിഫിക്കേഷൻ വേണോ? ഇനി അത് എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? അല്ലെങ്കിൽ yes, it is clear. Clear. Therefore, option is C, 10 raised to minus 5. Option is C, 10 raised to minus 5. അത്ര ക്ലിയർ ആണ് എന്നല്ല ഉറപ്പുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 16 ഒന്ന് തന്നെത്താൻ ചെയ്തു നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16 ഇതാണ്. കാർബൺ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. Carbon plus carbon dioxide gives 2 carbon monoxide. 2 carbon monoxide. Kp is equal to 63 atmosphere at 1000 Kelvin. If at equilibrium, the partial pressure of carbon monoxide is equal to 10 times the pressure of carbon dioxide. 10 times the pressure of carbon dioxide. Total pressure of gas at equilibrium. What is P total എന്നുള്ളതാണ് ചോദ്യം. What is the P total? What is the total pressure of the gases at equilibrium? Kp തന്നിട്ടുണ്ട് അല്ലേ? What is Kp? Kp is equal to the partial pressure of carbon monoxide raised to 2 divided by the partial pressure of carbon dioxide. Partial pressure of carbon ഇല്ല, carbon is a solid ആണ്. അപ്പൊ solid അതിന്റെ ടേം ഏതിൽ വരില്ല? Partial pressure വരില്ല. It is the partial pressure of carbon dioxide divided by the partial pressure of carbon dioxide. Partial pressure of carbon monoxide is at equilibrium. Partial pressure of carbon monoxide
this partial pressure of carbon monoxide 10 into partial pressure of carbon dioxide raised to 2 divided by the partial pressure of carbon dioxide. The value of Kp, the value of Kp is equal to 63. That is equal to, that is 63 is equal to 100, 10 squared 100 into partial pressure of carbon dioxide divided by partial pressure of carbon dioxide. This square varum, about square cancel ചെയ്യും. Therefore, that is partial pressure of carbon dioxide is equal to 63 divided by 100, that is 0.63. 0.63 is the partial pressure of carbon dioxide. ഇനിയിപ്പോ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ പി ടോട്ടൽ ഒന്ന് ചെയ്ത് നോക്കൂ തന്നെ. ഞാൻ ഇതുവരെ ചെയ്തു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ partial pressure of carbon dioxide കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. So can you do it? What is the total pressure ആണ് ചോദ്യം. What is the total pressure? Option is B എന്ന് പറയുന്നുണ്ട് അല്ലേ? 6.9. എന്ത് ചെയ്താൽ മതി? What is the partial pressure? Total pressure is equal to the partial pressure of carbon dioxide plus the partial pressure of carbon monoxide. Partial pressure of carbon dioxide is equal to 0.63 plus partial pressure of carbon monoxide is equal to 10 into 0.63, that is equal to 6.3 plus 6.3. That will be, answer will be 6.93. Answer will be 6.93. Option is B. എല്ലാവർക്കും കിട്ടിയോ? Everybody is clear? Question number 16 questions ഈ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. Question number 17 മുതൽ ചെയ്യാനുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചെയ്യാട്ടോ. പുറത്തുനിന്ന് കിട്ടുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മുടേതായ എന്ത് വേണം? ഒരു പുസ്തകം നമുക്ക് വേണം. ഫിസിക്സ്, കെമിസ്ട്രിയും ബയോളജി നമ്മുടെ റെഫറൻസ് പുസ്തകമായിട്ട് വേണം. നമ്മൾ ചെയ്യുന്ന പുസ്തകം വേണം. കുറേയേറെ തിയറി നന്നായിട്ട് പഠിക്കുക. ആ തിയറി നന്നായിട്ട് പഠിച്ചത് അത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണമെങ്കിൽ കൂടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അടുത്ത ആഴ്ച എക്സാം ഉണ്ട്. ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് പറയാൻ പറ്റുമോ? ഫോർ ദ നെക്സ്റ്റ് വീക്ക് പോർഷൻസ്. കഴിഞ്ഞ ഈ ആഴ്ചയിലെടുത്ത പോർഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റർ ആണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് എടുത്തത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? അതായത് സം ബേസിക് കോൺസെപ്റ്റ്സ്, അറ്റോമിക് സ്ട്രക്ചർ, പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ആ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടായോ? എനി ഡൗട്ട്? ആ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഈ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെ കെമിസ്ട്രി പരീക്ഷ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയോ? കുഴപ്പമില്ല ഫാത്തിമ, കുഴപ്പമില്ലാണ്ടായിരുന്ന ഓരോ ഏതെങ്കിലും ആ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായോ? ടൈം കറക്റ്റ് കിട്ടിയ എന്തുകൊണ്ടാണ് ടൈം കിട്ടാതിരിക്കുന്നത് ഐശ്വര്യാജിത്ത്? ടൈം കിട്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ തോന്നല്. ഒരു ചോദ്യം ചെയ്യപ്പോഴും 1 മിനിറ്റ് ആണ് കേട്ടോ. നമ്മളത് ടൈം കോൺസ്റ്റന്റ് ആയിരിക്കണം. ടൈം എപ്പോഴും നോക്കണം. ഒന്നുകൂടി, അതായത് നമ്മൾ സ്പീഡപ്പ് ആവുന്നില്ല എന്നുള്ളതാണ്. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്ത് കുറച്ചും കൂടി സ്പീഡപ്പ് ആവാൻ നോക്കുക. ആ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടായോ? എനി ഡൗട്ട് ഫോർ ദ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായോ? ഒരാൾക്കും ഡൗട്ട് ഉണ്ടായില്ല, പക്ഷെ കിട്ടിയില്ല, ഡൗട്ട് ഉണ്ടായില്ല. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ കിട്ടിയില്ലേ? സൊല്യൂഷൻസ്, ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ആയിട്ടുള്ള ആൻസർ കീ കിട്ടിയോ? യെസ്. അപ്പൊ എവിടെയാണ് തെറ്റ് പറ്റിയത്, ഏതാണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് ചെയ്ത് നോക്കുക. എന്നിട്ട് മാക്സിമം 1 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ നോക്കുക. ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. തെറ്റായ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ബാക്കി വരുന്ന ഈ ആഴ്ച ഇക്വിലിബ്രിയം ഒഴിച്ചിട്ട്, ഇക്വിലിബ്രിയം പരീക്ഷ കിട്ടില്ല.
ഇക്ലിബ്രിയം ഒഴിച്ചിട്ട് അതുവരെ എടുത്ത, ദാറ്റ് ഈസ് അത് തൊട്ട് മുന്നിലെടുത്ത ഹൈഡ്രജന്റെ എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഡൗട്ട് ഉണ്ട്, പക്ഷെ ഇപ്പോ ഓർമ്മയില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് വേണ്ട, നീ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി. ഏതാണ് ക്വസ്റ്റ്യൻ, ഏതാണ് ഡൗട്ട് എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചാൽ മതി. എപ്പോഴാണ് ഓർമ്മ വരുന്നത് ആ സമയത്ത്. ഓക്കെ ശ്രീദേവ്. അപ്പോ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, അതായത് ആദ്യത്തെ 3 ചാപ്റ്റർ കഴിച്ച് ഈ കെമിക്കൽ ഇക്ലിബ്രിയം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആണ് അടുത്ത ആഴ്ചയിൽ പരീക്ഷിക്കുന്നത്. ഇക്ലിബ്രിയം ഒഴിച്ചു നിർത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നന്നായിട്ട് ആഞ്ഞ് ശ്രമിക്കുക. കഴിഞ്ഞ തവണത്തെക്കാളും വളരെ എളുപ്പമാവാൻ വേണ്ടി ഒന്നും കൂടി പരിശ്രമിക്കുക. Shall I wind up today's class? ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഇക്ലിബ്രിയം. യെസ് നന്ദന, Fatima, Sridev. Yes, shall we wind up today's class? Next class we shall see നമ്മുടെ equilibrium, the remaining of equilibrium അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. Okay, thank you.